ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. നമ്മൾ CC പ്ലാന്റ്സ് ഒക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ കുപ്പിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ ചുറ്റും കല്ലിട്ട് കൊടുത്ത് അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതെ സെറ്റായിട്ടിരിക്കാൻ. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ അത് അനങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേരിന് അത് ഡിസ്റ്റർബ് ആവും. അങ്ങനെ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് മണി പ്ലാന്റ്സ് എടുത്ത് അതൊക്കെ ഇരുന്ന സ്ഥലത്ത് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനന്ന് പറഞ്ഞതുപോലെ കറിവേപ്പില വല്ലാത്തൊരവസ്ഥയിലായി. അതിൻ്റെ അടിയിൽ, ഇലയുടെ അടിയിലൊക്കെ വേറെ എന്തൊക്കെയോ ജീവി പോലെ ഇങ്ങനെ വന്നിരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എല്ലാം അങ്ങ് ഒടിച്ചു കളഞ്ഞു. ഇനി അത് നിർത്തിയിട്ട് കാര്യമില്ല. ഇനി ഞാൻ അത് നിർത്തിയിട്ട് എന്ത് ചെയ്താലും അടുത്ത പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ഇനി വരുന്ന പുതിയ ലീവ്സിലും അത് ബാധിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം ഒടിച്ചു കളഞ്ഞിട്ട് തൽക്കാലം പുതിയ ഒരു തളിരി ഇലയൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ചെടികളൊക്കെ അത് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. മുസമ്പിയും അതുപോലെ നമ്മുടെ രമ്പലയും മൈലാഞ്ചി എല്ലാം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചെടി മാത്രം എന്താണെന്ന് അറിയില്ല. ഇതിൽ തന്നെ അടിയിൽ നിന്ന് വേറൊരു ചെറിയൊരു കിളിർപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഓൾറെഡി ഇതൊക്കെ നിൽക്കുന്നത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ അതിലും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒടിച്ചങ്ങ് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, ട്രീറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും അതിനെ രക്ഷപ്പെടുത്തിയെടുക്കണം. അപ്പം നമ്മുടെ കമ്പോസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ കമ്പോസ്റ്റിൻ്റെ 2 ബിന്നും നിറഞ്ഞതുകൊണ്ട് എനിക്ക് വേസ്റ്റ് ഇടാനൊന്നും വേറെ മാർഗ്ഗമില്ല, കളയാനും തോന്നുന്നില്ല. അപ്പം ഞാനിപ്പം വീണ്ടും പഴയതുപോലെ വെള്ളത്തിലിടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ആ വെള്ളം പിഴിഞ്ഞ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ. അപ്പം അതൊരു ഉപയോഗവും ആവും, ചെടികൾക്കൊരു വളർച്ചയ്ക്ക് സഹായിക്കും. അതുപോലെ ഈ വേനൽ സമയത്ത് വെള്ളമായിട്ട് ഒഴിക്കുന്നതാണ് എളുപ്പം. അതുകൊണ്ട് ഞാൻ വീണ്ടും വെള്ളത്തിൽ ഇട്ട് തുടങ്ങി. എൻ്റെ അടുത്ത് വേറെ ബിന്നില്ല. അപ്പം നമ്മൾ ആ കമ്പോസ്റ്റ് കാണിച്ചു തരാം. അന്ന് വേസ്റ്റ് നിറഞ്ഞതിന് ശേഷം ഞാൻ അധികം അങ്ങ് തുറന്നൊന്നുമില്ല. പിന്നെ ഒരു ദിവസം തുറന്ന് മേലിൽ ചകിരിച്ചോറൊന്ന് ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് ഈ വേസ്റ്റൊക്കെ മേളിലിരിക്കുമ്പം ഈച്ചയും അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു ലെയർ ചകിരിച്ചോറും കൂടെ ഇട്ട് കൊടുത്ത് കമ്പോസ്റ്റ് പെട്ടെന്ന് അത് കമ്പോസ്റ്റായി മാറാൻ വേണ്ടിയിട്ട്. ഇന്ന് തുറന്നപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം ചെറിയ 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 പുഴുക്കളുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ശല്യമാകത്തക്ക രീതിയിൽ പുഴുക്കളൊന്നുമില്ല. പിന്നെ അതുപോലെ യാതൊരു തരത്തിലുള്ള സ്മെല്ലും ഇല്ല. നമുക്ക് അടുത്ത് നിൽക്കാം. ഏറ്റവും കൂടുതൽ ഇതിലുള്ളത് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റാണ്. ഇത് ഞാൻ കരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിയിലേക്ക് അതുപോലെ തന്നെ കിടക്കണം. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത കമ്പോസ്റ്റിൽ ഇങ്ങനെ ആയിരുന്നു. ഇപ്പം പക്ഷേ ആ കമ്പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഇതിലുള്ള വെള്ളം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളം ആയിട്ടുണ്ട്, നല്ല കളറായിട്ട്. നമുക്ക് ഇതിൽ വെള്ളം നിറച്ച് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, ഒഴിച്ചു കൊടുക്കാം. ഇനി ഫസ്റ്റത്തെ കമ്പോസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ അത് താഴ്ന്നു പോയിട്ടുണ്ട്. ആ കരിയിലെല്ലാം കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെ ആയിരുന്നു എന്ന്. ഇലകളൊക്കെ അങ്ങനെയും കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നല്ല രീതിയിലെല്ലാം ഇളക്കി ഇതായിട്ടുണ്ട്. ചെറിയ 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 ഉറുമ്പുണ്ട്, ചുവപ്പ് കളർ ഉറുമ്പുണ്ട്. അത് നമുക്കൊന്ന് ചാരം ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി വെക്കാം. സംഭവം ഇത് താഴെ ഇരിക്കുന്നത് കൊണ്ട് ഉറുമ്പ് കയറും. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ മാക്സിമം അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ ഈ ബക്കറ്റിൻ്റെ സൈഡിലും മൊത്തം നമുക്ക് ഈ ഉറുമ്പിനെയൊക്കെ തുരത്തണ ചോക്കില്ല, അതൊക്കെ വെച്ച് വരച്ച് വയ്ക്കാം. അകത്തല്ല, പുറത്ത് വരച്ച് വയ്ക്കാം. പിന്നെ ഇതുപോലെ ചാരം നല്ലൊരു വളവും കൂടെയാണ്. അപ്പം അതും കൂടെ നമുക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പം ചെയ്യണ കമ്പോസ്റ്റിലും ചാരം ഇട്ട് ഒന്ന് ഇളക്കി വെക്കാം. അത് കമ്പോസ്റ്റ് ആകാൻ കുറച്ച് താമസം എടുക്കും. മറ്റേതിൽ നിന്ന് കുറച്ച് വെള്ളം വരാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തതിൽ നിന്നും ചെറുതായിട്ട് വെള്ളം വരാൻ തുടങ്ങി. പക്ഷേ ചെറിയ തുള്ളിയായിട്ട്, അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതിൽ നിന്ന് നിറയെ വെള്ളം വരുന്നുണ്ട്. പക്ഷേ നമുക്കത് യൂസ്ഫുള്ളാണ്. അത് ചെടികൾക്ക്, പ്രത്യേകിച്ച് ഈ വേനൽ സമയത്ത് ചെടികൾക്ക് നല്ല യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. നമുക്കിതിൽ നന്നായിട്ട് വെള്ളം നിറച്ചിട്ട് ഇപ്പം ഒരു കുപ്പി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിക്ക്, അല്ലെങ്കിൽ ഒരു 5 ഇരട്ടി, ഒരു 10 ഇരട്ടി എന്നൊക്കെയാണ് ഓരോരുത്തരും പറയുന്നത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഈ ബക്കറ്റിലൊരു 3/4 ഭാഗത്തോളം വെള്ളം നിറച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. ഇന്ന ചെടിയിൽ നിന്നുമില്ല, എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അതുകൊണ്ട് എല്ലാ ചെടികൾക്കും ഇത് വലിച്ചെടുക്കാനും അതിൻ്റെ വളർച്ചയ്ക്കും എല്ലാം സഹായിക്കും. പിന്നെ എല്ലാ ചെടിക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മളെ കമ്പോസ്റ്റ് റെഡിയാവും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് ഒരു 1-1.5 മാസം എടുക്കുമായിരിക്കും. എനിക്കറിയില്ല അതിൻ്റെ കറക്റ്റ് കാലാവധി ഒന്നും അറിയില്ല. നോമ്പ് തീരുമ്പോഴത്തേക്കും ഫസ്റ്റ് കമ്പോസ്റ്റ് റെഡി ആവുമായിരിക്കാം. അത് നമുക്ക് നോക്കാം. അതെന്തായാലും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതുവരെ നമുക്ക് ഈ ചെടികൾക്ക് അവർക്കും വേണമല്ലോ, ഫുഡ് കൊടുക്കണമല്ലോ. അതനുസരിച്ച് ഒരു 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ അത് കൊടുക്കാം. ഇതിപ്പോൾ ഇതിങ്ങനെ വെള്ളം ഉള്ളത് കൊണ്ട് ഞാൻ ആ വെള്ളം കൊടുക്കുന്നു. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റേ സവാള തൊലിയെല്ലാം ഇട്ട് വെച്ചിരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാൻ എന്ത് വെള്ളം കൊടുത്താലും മണി പ്ലാന്റ്സിനും കൊടുക്കും. നിങ്ങൾ എൻ്റെ മണി പ്ലാന്റ്സ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വെള്ളവും ഞാൻ മണി പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ വെള്ളങ്ങളെല്ലാം യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ് കാണിച്ചു തരാണ്. എല്ലാത്തിനും ഞാൻ ഒഴിച്ചു കൊടുക്കും. പിന്നെ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന CC പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതിനിങ്ങനെ വെള്ളം കോരി ഒഴിക്കാതെ അതിൽ തളിച്ചു കൊടുക്കുക. ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറച്ച് അങ്ങനെ തളിച്ചു കൊടുക്കേണ്ട ആ ഒരു സമയമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും തളിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളങ്ങളെല്ലാം ഒഴിച്ച് എല്ലാം സെറ്റായി വെച്ച് ഇനി നമുക്ക് ബാക്കി വരുന്ന വെള്ളം എടുത്ത് നമ്മുടെ റോസ് പ്ലാന്റ്സിന് മേളിലിരിക്കുകയില്ലേ, അപ്പോൾ അവർക്കും വേണമല്ലോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ക്യാൻ എടുത്ത് അതിൽ വെള്ളം ബാക്കിയുള്ളത് ഒഴിച്ചിട്ട് ഈ ബക്കറ്റ് തിരിച്ച് കഴുകി നമുക്ക് എവിടെ വെക്കണം? അവിടെ കമ്പോസ്റ്റിൻ്റെ അവിടെ തന്നെ വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാൻ വാങ്ങിച്ചത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഈ ബക്കറ്റും തൂക്കിക്കൊണ്ട് നമ്മൾ അങ്ങ് മേളിൽ പോവണ്ടേ. അപ്പം ഇതുള്ളത് കൊണ്ട് ഇതിൽ നിറച്ച് വെച്ചാൽ നമ്മൾ പോണ സമയത്തോ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റും. ഞാൻ അങ്ങനെ അതിൽ ഒഴിച്ചു വെച്ചിട്ട് ഇത് എവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്യാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം ആ കുറച്ച് സ്ഥലമിലുള്ളപ്പോൾ അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് മേളിൽ ഞാൻ ആ CC പ്ലാന്റ്സ് ഒക്കെ വെച്ചതും കൂടെ കാണിച്ചു തരാം. നമ്മൾ CC പ്ലാന്റ് ഒരു CC പ്ലാന്റിൻ്റെ ഇത് അവിടെ മണി പ്ലാന്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ റോസും കൂടെ നോക്കിക്കേ. റോസിലെ നാടൻ റോസാണ് ബെസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം നാടൻ റോസ്. എന്തെന്ന് വെച്ചാൽ അതിന് നമ്മൾ കൊടുക്കുന്ന ഇതൊക്കെ മതിയാവും, അവർ വളർന്നോളും. മറ്റേ ഇതൊക്കെ ബഡ് റോസൊക്കെ പൊടിക്കോ ഇല്ലെന്ന് പോലും അറിയില്ല. എന്നാലും മാക്സിമം ഞാൻ കെയർ ചെയ്യും. ഇപ്പം ഞാൻ മറ്റേ വെള്ളം നിറച്ച ക്യാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ CC പ്ലാന്റ്സിൻ്റെ ചെറിയ ചെറിയ ലീവ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം അങ്ങോട്ട് വെച്ചാൽ വല്ല പൂച്ച വല്ല അടിയോടി തട്ടിയിടുമെന്ന് പേടിച്ചിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇവിടേക്കൊന്ന് തൂത്തുവാരി മോപ്പ് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇതെല്ലാം കൊണ്ട് വെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.